ഹലോ, ഇന്ന് നമുക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഹെയർ ബാൻഡിലും അലിഗേറ്റർ ക്ലിപ്പിലും ഹെയർ ടൈയിലും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ഉണ്ടാക്കി നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മളൊരു ഫോം ഷീറ്റിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ വീതിയും 30 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു പീസ് ഇതുപോലെ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെക്കാനായിട്ട് വേറെ ഒരു കളറിലുള്ള പീസ് കൂടെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ 1.5 സെൻറ്റിമീറ്റർ വീതിയിലും 15 സെൻറ്റിമീറ്റർ നീളത്തിലുമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയുള്ള 2 പീസാണ് നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായി വരുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഫോം ഷീറ്റിൽ ഞാൻ ഈ ചെയ്യുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഈ ഒരു ഫോം ഷീറ്റ് ഫുള്ളായിട്ട് ചെറിയതായിട്ട് ഇതുപോലെ ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഹെയർ ബാൻഡുകളൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല കാണാനും നല്ല ഭംഗിയിൽ തന്നെ കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഇതുപോലെ ഈ ഒരു ഷീറ്റ് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസിലും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു പീസ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഫോം ഷീറ്റ് നമുക്ക് ബട്ടൺ ഹൗസുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിനാകെ റേറ്റ് വരുന്നത് 13, 12 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഗ്ലിറ്റർ പെട്ടെന്ന് പോരുന്ന രീതിയിലുള്ളതുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതന്നെ നോക്കിയിട്ട് വാങ്ങുക. അങ്ങനെ നമ്മൾ 2 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെ ഫ്ലവർ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ ഈ ഗ്ലിറ്ററുള്ള ഭാഗം ഉള്ളിലേക്കായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഫുള്ളായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് പോലെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഫുള്ള് റോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഗ്ലൂ ഗണ്ണാണ് ഞാൻ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ രീതിയിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ബ്ലൂ കളറിലുള്ള ഫോം ഷീറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് നമ്മൾ അയൺ ബോക്സിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഇതളുകളൊക്കെ ഒന്ന് വിടർന്ന രീതിയിൽ കിട്ടും. അയൺ ബോക്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. ഈ രീതിയിൽ എന്തെങ്കിലും ഒരു പെൻസിലോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രീതിയിലായി കിട്ടും. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മൾ ഫസ്റ്റിൽ ചെയ്തെടുത്തിട്ടുള്ള അതിൽ തന്നെ ഒന്ന് ചുറ്റിയെടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ ആ ഒരു നീല കളറിലുള്ള ഫോം ഷീറ്റിനെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഗ്ലിറ്ററുള്ള ഭാഗം ഉൾവശത്തേക്ക് വരുന്ന രീതിയിലാണ് ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇതിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫോം ഷീറ്റ് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്തെടുക്കാം. വ്യത്യസ്ത കളറിലുള്ള ഫോം ഷീറ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ പല കളറിലുള്ള അടിപൊളിയായിട്ടുള്ള ഹെയർ ക്ലിപ്പുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സെയിം ഫ്ലവർ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഹെയർ ബാൻഡിലും അലിഗേറ്റർ ക്ലിപ്പിലും അതല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ടൈലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഫുള്ളായിട്ട് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം. ഹെയർ ബാൻഡിൽ 2-3 ഫ്ലവർ ആക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലോ ഹെയർ ടൈലൊക്കെ ചെയ്താൽ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. നമുക്കിത് ഒരു അലിഗേറ്റർ ക്ലിപ്പിൽ എങ്ങനെ ഒട്ടിച്ചെടുക്കുക എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നും ഒരു ഏകദേശം 8 മില്ലിമീറ്റർ വീതിയിലൊരു പീസ് ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഈ രീതിയിലുള്ള ഒരു പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിലാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഇതിൽ നമ്മുടെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഫോം ഷീറ്റ് ഒന്ന് ഒട്ടിക്കുക. അതിനായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം ഇതിനുള്ളിലൂടെ ഫസ്റ്റ് ഒട്ടിക്കുന്നുണ്ട്. ഇനി നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗത്ത് നമ്മുടെ ഫോം ഷീറ്റ് ഈ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗം നമ്മൾ കുറച്ചധികം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഭാഗം വെച്ചിട്ട് നമ്മൾ ബാക്കി കട്ട് ചെയ്ത് കളയാണ്. ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ക്ലിപ്പിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം കറക്റ്റായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കത്രിക വെച്ചിട്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിനെ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫ്ലവറിനെ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്ലിപ്പ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിന് മാച്ചായിട്ട് വരുന്ന കളറിലൊക്കെ കുറഞ്ഞ ചിലവിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെയുള്ള ഹെയർ ബാൻഡ് ജ്വല്ലറി മേക്കിംഗ് വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരുപാട് മേക്കിംഗ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.